നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഹുലിൻ ആൽവാരസിനെ കിട്ടിയില്ലെങ്കിൽ ബാഴ്സലോണ ലൂയിസ് സുവാരസിനെ എത്തിക്കാൻ ശ്രമിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തത് ഫബ്രീസിയോ റൊമാനോ തന്നെയാണ്. അതായത് ലൂയിസ് സുവാരസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്റർ മയാമി കളിക്കുന്ന ഉറുഗ്വായിയുടെ താരം, മുൻ ബാഴ്സലോണ സൂപ്പർ താരം ലൂയിസ് സുവാരസ് അല്ല, മറിച്ച് കൊളംബിയൻ താരം, ഇപ്പോൾ സ്പോർട്ടിങ്ങിന് വേണ്ടി കളിക്കുന്ന ലൂയിസ് സുവാരസ്. 80 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ റിലീസ് ക്ലോസ്. അത് ആക്ടിവേറ്റ് ചെയ്യേണ്ടതില്ല എന്നിപ്പോൾ ബാഴ്സലോണ തീരുമാനിച്ചിരിക്കുന്നു എന്ന് അതേ ഫബ്രീസിയോ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ബാഴ്സലോണ വിൽ നോട്ട് ആക്ടിവേറ്റ് 80 മില്യൺ യൂറോ റിലീസ് ക്ലോസ് ഫോർ ലൂയിസ് സുവാരസ് ആസ് പ്രൈസ് കൺസിഡർഡ് ടു ഹൈ. അത് 80 മില്യൺ യൂറോക്കുള്ള ഒരു താരമില്ല, അത് പ്രൈസ് വളരെ കൂടുതലാണെന്നാണ് ബാഴ്സയുടെ അഭിപ്രായം എന്ന് ഫബ്രീസിയോ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൽ സംഗതി വളരെ വ്യക്തമാണ്. സ്പോർട്ടിങ് താരത്തിൻ്റെ കാര്യത്തിൽ നെഗോസിയേഷന് തയ്യാറല്ല. അപ്പോൾ പിന്നെ ബാഴ്സലോണക്ക് താരത്തെ കൊണ്ടുപോകണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, റിലീസ് ക്ലോസ് ആക്ടിവേറ്റ് ചെയ്യുക. അതാണെങ്കിൽ 80 മില്യൺ യൂറോയാണ്. അത്ര തുകയ്ക്ക് ഉള്ള താരമില്ല എന്നാണ് ബാഴ്സയുടെ നിലപാട് എന്നാണിപ്പോൾ ഫബ്രീസിയോയുടെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സ്പോർട്ടിംഗ് വോണ്ട് മേക്ക് എനി ഡിസ്കൗണ്ട്സ്, അതായത് 80 മില്യൺ യൂറോയിൽ നിന്ന് ഒരു കുറവും വരുത്താൻ സ്പോർട്ടിംഗ് തയ്യാറല്ല. ആൻഡ് എക്സ്പെക്ട് കൊളംബിയൻ സ്ട്രൈക്കർ ടു സ്റ്റേ. സ്പോർട്ടിംഗ് അതാണ് പ്രതീക്ഷിക്കുന്നത്. കൊളംബിയൻ സൂപ്പർ താരം അവിടെ തന്നെ നിൽക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഹുലിൻ ആൽവാരസിന് കിട്ടിയില്ലെങ്കിൽ പകരം സ്ട്രൈക്കർ ആര് എന്നുള്ള ചോദ്യം അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ബാഴ്സക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്പർ 9 സ്ട്രൈക്കറെ കിട്ടിയേ തീരൂ, എങ്കിലേ ആ സ്ക്വാഡ് കംപ്ലീറ്റ് ആവും എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തതുമാണ്. ഇനി റോഡ്രിയുടെ കാര്യം എന്തായി? ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം, ജോൻ ഗാംബർ ട്രോഫിക്ക്, നമുക്കറിയാലോ ജോൻ ഗാംബർ ട്രോഫി ബാഴ്സലോണയുടെ സീസൺ ഓപ്പണറാണ്. അന്നാണ് ബാഴ്സലോണ അവരുടെ ഫസ്റ്റ് ടീമിനെ ആരാധകർക്ക് മുന്നിൽ അവതരിപ്പിക്കാറുള്ളത്. ആ ജോൻ ഗാംബർ ട്രോഫിക്ക് തീർച്ചയായിട്ടും റോഡ്രി അവരുടെ ടീമിലുണ്ടാകും എന്നാണ് ഇപ്പോൾ ബാഴ്സലോണ വിചാരിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഫബ്രീസിയോ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്, മാഞ്ചസ്റ്റർ സിറ്റി റോഡ്രിയെ കൈമാറുന്നതിനെക്കുറിച്ച് ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് ഡീലിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലുള്ളത്. ഏതായാലും FC ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർക്ക് FC ബേസിലുമായിട്ട് കളിയുണ്ട്. ജോൻ ഗാംബർ ട്രോഫി ഉള്ളത് ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാത്രി ഇന്ത്യൻ സമയം 11:30 ഈജിപ്ഷ്യൻ ക്ലബ്ബായിട്ടുള്ള അൽ അഹിലിയാണ് എതിരാളികൾ. അപ്പോൾ ഈ ഓഗസ്റ്റ് 19 മുമ്പ് തന്നെ റോഡ്രിയുടെ ഡീല് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ബാഴ്സ ഉള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.